Good morning. Okay. എത്ര പേരായിട്ടുണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുള്ളൂ? ഓക്കെ, ക്ലാസ്സുകളൊക്കെ തുടങ്ങിയല്ലേ? നിങ്ങൾക്ക് എന്നെ ആരെങ്കിലും പരിചയമുണ്ടോ? 17, 18, 19 ബാച്ചുകൾ. 19 ബാച്ചിൽ ഓക്കെ, ഞാൻ ക്ലാസ് എടുത്താണ്, എന്നെ അറിയാം. കണ്ടിട്ടില്ല? ഉണ്ട്. അശ്വതി 19-ലായിരുന്നോ മോള്? 19-ലായിരുന്നോ? ഉണ്ട്. വിസ്മയക്കുട്ടി ഉണ്ട്. അശ്വതി ഉണ്ട്. ഓക്കെ ഓക്കെ. കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാം, കുറച്ച് പേർക്ക് എന്നെ അറിയില്ല, കണ്ടിട്ടില്ല. ഓക്കെ, 19-ല് ഉണ്ടായിരുന്നുള്ളൂ, 17, 18 ബാച്ചില് ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. എന്തായാലും എന്റെ പേര് രമ്യാന്നാണ് കേട്ടോ. നെയിം പ്ലീസ്. ഓക്കെ, നെയിം ആണ് പറഞ്ഞത്. എന്റെ പേര് രമ്യാന്നാണ്. നമ്മുടെ പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ എടുക്കുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആട്ടോ. ചാപ്റ്റർ 1 ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ. ഇനിയിപ്പോ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ മെസ്സേജ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് അറിയാലോ, ഫുള്ള് നമ്മൾ യിലേക്കാണ്. പ്രത്യേകിച്ച് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ചെയ്ത് നിങ്ങൾ 6 മാസത്തോളം പഠിച്ചതാണ്. അപ്പൊ നമുക്കറിയാലോ നമ്മൾ ക്ലാസ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നതിനുള്ള കാര്യമൊക്കെ അറിയാം. ഫുള്ള് ഓഡിയോ വീഡിയോ ഒക്കെ നമ്മൾ ഓഫിലേക്കാണ്. എന്നുവെച്ചാൽ വേറെ ഒന്നുമല്ല, റെക്കോർഡ് ക്ലാസ് കാണുന്നവരാണ് കൂടുതൽ. അപ്പൊ അവർക്കൊരു ഡിസ്റ്റാർജൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. എങ്കിലും നമുക്ക് മെസ്സേജുകളിലൂടെ നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. അപ്പൊ ഞാൻ അതിന് റിപ്ലൈ പറഞ്ഞോളാം. ഓക്കെ, എന്തായാലും നമുക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ഒന്നും കുഴപ്പമൊന്നുമില്ല, നല്ല എളുപ്പമുള്ള ചാപ്റ്റർ. നമ്മൾ ഇൻട്രൊഡക്ഷൻ ഹിസ്റ്ററി ഒക്കെ പഠിച്ചത് ഓർമ്മണ്ടാവും. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് ഒക്കെ, അതിനകത്തുനിന്നൊക്കെ കുറെ നല്ലതാണ് കേട്ടോ. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തന്നെയാണ് ഒന്നാമത്തെ ചാപ്റ്റർ. എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, നമുക്കെന്നാ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, പേഴ്സണലി ഇനിയിപ്പോ ഓരോരുത്തരെയും പരിചയപ്പെടാനായിട്ട് നമുക്ക് അതിന്റെ സമയമൊന്നുമില്ല. അവിടെ നമുക്ക് അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോഴൊക്കെ നിങ്ങളുടെ പേരുകൾ എനിക്ക് ഫെമിലിയർ ആവും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും. ഓക്കെ, എന്നാ ക്ലാസ് തുടങ്ങിയാലോ? ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് ഒക്കെ കിട്ടിയോ നിങ്ങൾക്ക്? ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒക്കെ ടെക്സ്റ്റ് കിട്ടിയോ? ഇല്ല, കിട്ടി. ഓക്കെ, കിട്ടാത്തവർക്ക് അടുത്തത് കിട്ടും. അപ്പൊ ടെക്സ്റ്റ് ഉള്ളവര് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ടെക്സ്റ്റ് എടുത്ത് വെക്കുക. നമ്മളെ പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്ത് തന്നെ പോകാം. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എളുപ്പമുണ്ടാകും. അപ്പൊ ടെക്സ്റ്റ് ഉള്ളവര് ടെക്സ്റ്റ് എടുത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ഇനി ക്ലാസ് എടുക്കണേല് പുതിയതായിട്ടുള്ളവർക്ക് എന്നെ അറിയില്ല. അപ്പോ എന്നോട് സാമോ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കണേല് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടോ പിള്ളേര്? 19 പിള്ളേര് ഓക്കെ, കുഴപ്പമില്ല, അവർ എന്നെ കണ്ടുകൊണ്ടേ ഇരിക്കായിരുന്നു. അപ്പൊ അതൊക്കെ പ്രശ്നമില്ല. അവർക്കറിയാം മിസ് ഇങ്ങനെയാണ്, മിസ്സിന്റെ ക്ലാസ് അവർക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ ചാപ്റ്റർ 1 ആണ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഒരു അടിസ്ഥാന ആശയം. കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആശയം. ഹോസ്പിറ്റൽ എന്നുള്ള ഒരു അടിസ്ഥാന ആശയം. എന്താ ഹോസ്പിറ്റലൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലെ? ഇനിയിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പഠിച്ച പിള്ളേരോട് പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ എന്താണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്തായാലും നമ്മൾ എപ്പോഴാ ഹോസ്പിറ്റലിൽ പോകുന്നേ? നമുക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങളൊക്കെ വരുമ്പോഴല്ലേ. അല്ലാതെ ചുമ്മാ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകാറുണ്ടോ? നമുക്കൊന്ന് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ പാർക്കിലെ ബീച്ചിലൊക്കെ പോകാനും ഹോസ്പിറ്റലിൽ പോകാറുണ്ടോ? ഇല്ല. ഒന്നുകിൽ നമുക്ക് അസുഖപന്നം അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ എന്താ പറയാ അവിടെ കിടക്കുമ്പോഴും ഒക്കെയാണ് നമ്മളൊക്കെ കാണാൻ പോണേ അല്ലെ ഹോസ്പിറ്റലിൽ. അപ്പൊ എന്തായാലും എല്ലാവരും ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, ആ കാര്യത്തിൽ ഒരു സംശയമില്ല, ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ഇനി നോക്കിയേ, ഫസ്റ്റ് പാരഗ്രാഫ് ആണ്. A hospital can be technically termed as an institution curing various illness. Hospital എന്ന് പറഞ്ഞ എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്ത് തരുന്നതാണ്? ക്യൂറിംഗ്. ക്യൂറിംഗ് എന്ന് വെച്ചാൽ സുഖപ്പെടുത്തുക. ഇനി അറിയില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് മീനിങ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തോട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ആണ്, നമുക്ക് രോഗശാന്തി. ഓക്കെ, അപ്പൊ നമുക്ക് രോഗത്തെ സുഖപ്പെടുത്തുന്ന ഈ രോഗശാന്തി നൽകുന്ന അല്ലെ പലതരം രോഗങ്ങളെ രോഗശമനം നൽകുന്ന സുഖപ്പെടുത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏത്? ഹോസ്പിറ്റൽ. ഫസ്റ്റ് സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ തന്നെ ചോദിക്കാം.
Hospital can be technically termed as an institution curing various illness. പലതരത്തിലുള്ള രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതാണ് ഏത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ. Whereas practically it can be termed as a service industry. എന്താണ്? ഒരു സേവന വ്യവസായമാണ്, ഒരു സർവീസ് ആണ് ശരിക്കും അല്ലെ. ഹോസ്പിറ്റലിൽ ഒരു സർവീസ് അല്ലേ എന്ന് അണ്ടർലൈൻ ചെയ്തിട്ടെ. It can be termed as a service industry. ഇതൊരു സേവന വ്യവസായമാണ്. Which offers a galaxy of services to the society. എന്ത് തരുന്നു? എന്ത് ഓഫർ ചെയ്യുന്നു? ഒരു ഗ്രൂപ്പ് ഓഫ് സർവീസസ് അല്ലെ. ഒരു കൂട്ടം സർവീസുകള് സൊസൈറ്റിക്ക് ഓഫർ ചെയ്യുന്ന ഒരു സേവന വ്യവസായമാണ് ഏതെന്ന് പറയുന്നത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സർവീസ് ഇൻഡസ്ട്രി ആണ്. വിച്ച് ഓഫേഴ്സ് എന്താ ഓഫർ ചെയ്യുന്നേ? എ ഗാലക്സി ഓഫ് സർവീസസ്. ഗാലക്സി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗ്രൂപ്പ് അല്ലെ. ഒരു കൂട്ടം സർവീസുകള് ഒരു സമൂഹത്തിന് ഓഫർ ചെയ്യുന്ന ഒരു സേവന വ്യവസായമാണ് ഏത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അതിനകത്ത് സർവീസ് ഇൻഡസ്ട്രി, എ ഗാലക്സി ഓഫ് സർവീസസ്, അത് രണ്ടും നോട്ട് ചെയ്തിടാം. ഇനി നോക്കി, ഹോസ്പിറ്റൽ ഓഫേഴ്സ് എ വൈഡ് റേഞ്ച് ഓഫ് സർവീസസ്. ഹോസ്പിറ്റൽ എന്ത് ഓഫർ ചെയ്യുന്നു? ഒരു ഗ്രൂപ്പ് സർവീസസ്, ഒരു വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് ഹോസ്പിറ്റൽ ഓഫർ ചെയ്യുന്നുണ്ട് അല്ലെ. Has services has different meaning according to the person who thought about that. ഇനി നോക്കിയേ, അപ്പൊ ഹോസ്പിറ്റൽ എന്ത് ഓഫർ ചെയ്യുന്നുണ്ട്? ഒരു വൈഡ് റേഞ്ച് ഓഫ് സർവീസ് ഹോസ്പിറ്റൽ ഓഫർ ചെയ്യുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്തോട്ടോ. Hospital offer a wide range of services. Service has different meaning. Service ന് പല മീനിങ് ഉണ്ട് അല്ലേ. According to the person who thought about that. അതിനെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അല്ലേ. Different meaning according to the person who thought about that. അതിനെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ച് സർവീസിന് പല മീനിങ് ഉണ്ട്. ക്ലിയർ ആണോ? Service has different meaning according to the person who thought about that. അതിനെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അതനുസരിച്ച് സർവീസിന് ഒരു എന്താ പറയാ പല മീനിങ് ഉണ്ട്. എന്താ നോക്കി, ഇപ്പൊ ഞാൻ എന്താ ചിന്തിക്കുക അതേ കുറിച്ച് ആവണമെന്നില്ല റോഷ്നി എവിടെ ചിന്തിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ വിസ്മയയുടെ മനസ്സിൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പൊ നമ്മള് എന്താണ് സർവീസിന് നമ്മൾ ഇതാണ് മീനിങ് എന്ന് പറയാൻ പറ്റൂല. എന്താ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത്, ഒരു വ്യക്തി എന്താണോ ചിന്തിക്കുന്നത് അതനുസരിച്ച് പല മീനിങ് ഉണ്ട്. ആക്ച്വലി a service is defined as an act or performance offered by one party to another that is basically invisible. സർവീസ് എങ്ങനെയാ? ഇൻവിസിബിൾ ആണ്, നമുക്ക് കാണാൻ പറ്റില്ല എന്ന്. സർവീസ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റില്ല, അത് അനുഭവിക്കാനുള്ള ഒരു ഫീലിംഗ് ആണ്, അത് അനുഭവിക്കാനുള്ള ഒരു കാര്യമാണ്. എന്താ പറഞ്ഞേക്കുന്നേ? സർവീസ് ഈസ് ഡിഫൈൻഡ് ആസ് ആക്ട് ഓർ പെർഫോമൻസ് ഓഫേർഡ് ബൈ വൺ പാർട്ടി ടു അനദർ. ഒരു പാർട്ടി വേറൊരാൾക്ക് കൊടുക്കുന്ന, നമ്മൾ ഓഫർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് സർവീസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടേ. Service is defined as act or performance offered by one party to another. ഒരു പാർട്ടി മറ്റൊരാൾക്ക് കൊടുക്കുന്ന ആക്ട് അല്ലെങ്കിൽ പെർഫോമൻസ്, അതാണ് ഇത് സർവീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സർവീസ് ഈസ് ബേസിക്കലി ഇൻവിസിബിൾ. ഇൻവിസിബിൾ എന്ന് വെച്ചാൽ എന്താ? അദൃശ്യമാണ്, നമുക്ക് നേരെ കാണാൻ പറ്റില്ല. ഓക്കെ, നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. സർവീസ് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, അത് നമുക്ക് കാണാൻ പറ്റില്ല. സർവീസ് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, അത് നമുക്ക് കാണാൻ പറ്റില്ല. അതെന്താണ്? ഇൻടാഞ്ചിബിൾ. ഇൻവിസിബിൾ അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ, ആ ഒരു വേർഡ് കൂടെ ഒന്ന് എഴുതി വെച്ചോട്ടെ അവിടെ. ഇൻവിസിബിൾ അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ, INTANGIBLE, ഇൻടാഞ്ചിബിൾ. എന്താ? അദൃശ്യമാണ്. സർവീസ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു സർവീസ് അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലാണെങ്കിലും നമുക്ക് കിട്ടുന്ന സർവീസ് നമുക്ക് നേരിട്ടത് എന്താ പറയാ അതൊരു ഫീലിംഗ് ആണ്, നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ
പറ്റുള്ളൂ. അതുകൊണ്ട് എന്താണ് സർവീസ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആണ്. ക്ലിയർ ആയോ ആ പാരഗ്രാഫ്? ഒന്നാമത്തേല് ഹോസ്പിറ്റൽ എന്താണ്, ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തില്ല. ഹോസ്പിറ്റലിൽ എന്താ നമ്മൾ പറഞ്ഞത്? സർവീസ് ഇൻഡസ്ട്രി ആണ്, ഒരു സേവന വ്യവസായമാണ്. ഇനി എന്ത് ചെയ്യുന്നു? ഒരു കൂട്ടം സർവീസുകള് സൊസൈറ്റിക്ക് തരുന്നു. ഗാലക്സി ഓഫ് സർവീസ് അത് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ സർവീസുകൾ എന്ന് പറഞ്ഞത് എന്താണ്? is defined as act or performance offered by one party to another. ഒരു പാർട്ടി മറ്റൊരാൾക്ക് ഓഫർ ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ പെർഫോമൻസ്, പ്രകടനമാണ് സർവീസ്. അതുകൊണ്ട് സർവീസ് എന്ന് പറഞ്ഞത് എങ്ങനെയാണ് പറഞ്ഞത് നമ്മള്? ബേസിക്കലി ഇൻവിസിബിൾ അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ ആണ്. ക്ലിയർ ആയോ? അടുത്ത പാരഗ്രാഫ് നോക്കാം. As mentioned before, നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ the hospital provides a galaxy of services. അണ്ടർലൈൻ ചെയ്തിട്ടേ രണ്ടാമത്തെ സെക്കൻഡ് പാരഗ്രാഫില് ഫസ്റ്റ് ലൈൻ hospital provides a galaxy of services. ഹോസ്പിറ്റല് കൂട്ടം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. And the recipients of that the service or beneficiary of the service being the patient. ഇനി ആരാ നോക്കിയേ? ആരാണ് അവിടെ ബെനിഫിഷ്യറി? ആരാണ് സർവീസിന്റെ ബെനിഫിഷ്യറി? ബെനിഫിറ്റ് കിട്ടുന്നത് ആർക്കാ? പേഷ്യൻസ് ആണ്. അല്ലെങ്കിൽ റിസിപ്പിയന്റ്. റിസിപ്പിയന്റ് എന്ന് പറയാൻ സ്വീകരിക്കുന്നവര് അല്ലെ? റിസീവ് ചെയ്യുന്നവർ ആരാണ്? റിസിപ്പിയന്റ് ഓഫ് ദ സർവീസ് ഓർ ദ ബെനിഫിഷ്യറി ഓഫ് ദ സർവീസ് ബീയിങ് പേഷ്യന്റ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ആരാണ് റിസിപ്പിയന്റ്? സർവീസിന്റെ റിസിപ്പിയന്റ് ആരാണ്? പേഷ്യൻസ്. നമ്മൾ പേഷ്യൻസ് അല്ലേ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ തരുന്നത്. ആരാണ് സ്വീകരിക്കുന്ന ആള്? പേഷ്യൻസ് ആണ്. ഓക്കെ, പേഷ്യൻസ് ആണ്. അണ്ടർലൈൻ ചെയ്തിടുക. ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ. രണ്ട് ക്വസ്റ്റ്യൻ അവർക്ക് എടുക്കേണ്ടത്. ഒന്നാമത്തെ ഹോസ്പിറ്റൽ പ്രൊവൈഡ് എ ഗാലക്സി ഓഫ് സർവീസസ്. രണ്ടാമത്തെ എന്താ നമ്മൾ പറഞ്ഞത്? ആരാണ് റിസിപ്പിയന്റ് അല്ലെങ്കിൽ ബെനിഫിഷ്യറി ഓഫ് ദ സർവീസ് എന്ന് പറയുന്നത് ആരാണ്? പേഷ്യൻസ് ആണ്. ഇനി true service and the recipients of the services are patient. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇനി ആ സെന്റൻസ് ആയിട്ടാ ചോദിക്കണമെങ്കിലും നമുക്ക് എഴുതണം. A true service and the recipients of the service are patients ആണ്. A true service begin with where nothing is expected in return. ഒരു true service ആരംഭിക്കുന്നത് എങ്ങനെയാ? Nothing is expected in return. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്തത്. അപ്പൊ നമ്മളെ ഒരാൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്തു, നമ്മൾ അവരിൽ നിന്ന് ഒരു കാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നത് ശരിക്കും സർവീസ് ആണെന്ന് പറയാൻ പറ്റും. നമ്മളിപ്പോ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സർവീസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. ഞാനിത് ചെയ്ത അവൻ എനിക്ക് ചിലപ്പോ കുറച്ച് പൈസ തരികയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തരികയായിരിക്കും. അങ്ങനെ നമ്മളൊരു പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യം ഒരു സർവീസ് അല്ല ശരിക്കും, അല്ലെ? ഒരു സേവനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്നതാണ് ഒരു ശരിക്കും ഒരു ട്രൂ സർവീസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തത് ട്രൂ സർവീസ് ബിഗിൻ where nothing is expected in return. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് സർവീസ്. അണ്ടർലൈൻ ചെയ്യുക. It can be either felt or experienced. അത് നമ്മൾ പറഞ്ഞു, നമുക്കത് അനുഭവിച്ചറിയാനേ പറ്റുള്ളൂ, അല്ലെ? either felt or experienced. നമുക്കത് ഒരു അനുഭവിച്ചറിയാൻ മാത്രമേ, അനുഭവിക്കാനേ ഫെൽറ്റ് ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അതിനൊരു പരിചയം, അത് അനുഭവിച്ചറിയാൻ മാത്രമേ പറ്റുള്ളൂ. Here a person with a smile is considered to be a good service. ഇനി നോക്കിയേ, എങ്ങനെ നമ്മൾ കെയർ ചെയ്യണം? ഒരു പേഴ്സൺ എങ്ങനെ കെയർ ചെയ്യണം? വിത്ത് എ സ്മൈൽ, ചിരിയോടുകൂടി, നല്ലൊരു പുഞ്ചിരിയോടുകൂടി വ്യക്തികളെ കെയർ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഈസ് ടു ബി എ ഗുഡ് സർവീസ്. അതാണ് ഒരു നല്ലൊരു സർവീസ്, അല്ലെ? ഞാൻ ദേഷ്യപ്പെട്ട് മുഖമൊക്കെ എന്തെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ലാതെ എങ്ങനെയൊക്കെ മുഖമൊക്കെ കറപ്പിച്ചുടിച്ചിട്ട് ചെയ്യുന്ന കാര്യം സർവീസ് ആണോ? ഒരു ട്രൂ സർവീസ് ആണോ? എങ്ങനെയാണ്? നമ്മൾ നല്ല സന്തോഷിച്ച്, നമ്മുടെ മനസ്സുകൊണ്ട് നല്ല സന്തോഷിച്ചൊക്കെ ചെയ്യുന്ന കാര്യമാണ് എന്ന് പറയുന്നത് ഒരു ഗുഡ് സർവീസ് എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ, സ്വന്തമായിട്ട് ചെയ്യുന്നതും ഒത്തിരി മരകയറ്റുന്നതിനും വ്യത്യാസമില്ലേ, അല്ലേ? നല്ല മനസ്സോടുകൂടി ചെയ്യുന്നതാണ്, നല്ല മനസ്സോടുകൂടി ചെയ്യുന്നതാണ്. അങ്ങനെ വരുമ്പോ നമ്മുടെ മുഖത്തും ഉണ്ടാവില്ലേ ആ ഒരു എക്സ്പ്രഷൻ?
അല്ലെ? നമ്മൾ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ദേഷ്യപ്പെട്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് മനസ്സിൽ ഇഷ്ടമല്ലാതെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു ചെറിയൊരു എക്സ്പ്രഷൻ വരൂലേ? എന്നാൽ നമ്മൾ നല്ല സന്തോഷമായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യമാണെങ്കിൽ നമുക്ക് എന്താ പറയാ, കറക്റ്റ് അല്ലേ? അത് ശരിയാണ്. ചിലപ്പോ പിള്ളേരൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അതേ ഹസ്ബൻഡിനോട് പിണങ്ങിയിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ദേഷ്യപ്പെട്ടത് അതൊരു മനസ്സിൽ തന്നെ ഒരു കാര്യമല്ല. എന്നാൽ നല്ല പുഞ്ചിരിയോടുകൂടി നല്ലൊരു മനസ്സിൽ തട്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഇത് നല്ലൊരു സർവീസ് എന്ന് പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. കെയറിംഗ് എ പേഴ്സൺ വിത്ത് എ സ്മൈൽ. ഇങ്ങനെ ചിരിയോടുകൂടി ഒരു സ്മൈലോട് കൂടി കെയർ ചെയ്യുന്നത്, പരിചരിക്കുന്നതാണ് ഏത് യഥാർത്ഥ സർവീസ് എന്ന് പറയുന്നത്. സർവീസ് ഷുഡ് ഹാവ് സർട്ടൻ ക്വാളിറ്റീസ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ അപ്പൊ പുഞ്ചിരിയോടുകൂടി ചെയ്യുന്നതാണ് നല്ലൊരു സർവീസ് എന്ന് പറയുന്നു. ഒരു ഗുഡ് സർവീസ് അതിന് ഈ പറയുന്ന ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് ഒരു ക്വാളിറ്റീസ് ഓഫ് സർവീസ്? എക്സാമിന് ചോദിക്കാം കേട്ടോ. സർവീസിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ? What are the assured qualities a service should have? സർവീസിനുള്ള ഒരു നല്ല യഥാർത്ഥത്തിലുള്ള സർവീസിനുള്ള ഗുണങ്ങൾ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് നോക്കി. Every act and performance is not considered as a service. എല്ലാ പ്രവൃത്തിയും പ്രകടനവും ഒക്കെ സർവീസ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് ഇഷ്ടമല്ല, നമുക്ക് മനസ്സ് കൽപ്പിച്ച് നമുക്ക് ഇഷ്ടമല്ലാതെ ചെയ്യുന്നത് ഒരിക്കലും ഒരു സർവീസ് ആണെന്ന് പറയാൻ പറ്റൂല, അല്ലേ? നമുക്കത് ഇഷ്ടമല്ല, നമ്മൾ പറയുന്നത് ഉന്തിമാരെ കയറ്റണതും സ്വന്തമായിട്ട് കയറ്റുന്നതിന് വ്യത്യാസം ഉണ്ടല്ലേ? അത് തന്നെ. അതായത് നമ്മൾ എല്ലാ പ്രവൃത്തിയും പെർഫോമൻസിനെയും നമുക്കൊരു സർവീസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സർവീസ് ഷുഡ് ഹാവ് അഷ്യൂർഡ് ക്വാളിറ്റീസ്. സർവീസിന് എന്തുണ്ടായിരിക്കണം? ഒരു നല്ലൊരു ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ ആ സർവീസിന് വേണ്ട ക്വാളിറ്റീസ്? ഇമ്പോർട്ടന്റ് ആണ്, അവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. 5 നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്നുള്ള രീതിയിലാണ് ചോദിക്കുള്ളൂ. അല്ലാതെ ഫുള്ള് ക്വാളിറ്റീസ് എഴുതാനായിട്ടില്ല, അറിയാലോ. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ അതിനകത്ത് ക്വാളിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം. നോക്കിയേ, അപ്പൊ എന്തൊക്കെയാണ് ആ ക്വാളിറ്റി എന്തൊക്കെയാന്ന് നോക്കാം നമുക്ക്. സർവീസ് ടു ബി സ്പോണ്ടേനിയസ്. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വമേധയാ, സ്വന്തം ഇഷ്ടത്തിന് സ്വമേധയാ ചെയ്യുന്നതാണ്. വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്, ഒന്നും എക്സ്പെക്ട് ചെയ്യരുതെന്ന് കേട്ടോ. നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കാര്യമാണ് ഇത് സർവീസ്. കിട്ടിയോ? സർവീസ് ടു ബി സ്പോണ്ടേനിയസ് വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്. ഒന്നും പ്രതീക്ഷിച്ച് ചെയ്യുന്നതല്ല, അല്ലെ? അത് സ്വമേധയാ ചെയ്യുന്നതാണ് സർവീസ്. അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൂടി ഇട്ടോ കേട്ടോ. സർവീസ് ടു ബി സ്പോണ്ടേനിയസ്, സ്വമേധയാ. അറിയില്ലാത്തവരെ മീനിങ് എഴുതി വെച്ചോ. സ്വമേധയാ, ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്നതാണ്. അടുത്ത നോക്കിയേ, സർവീസ് ഷുഡ് ബി വോളണ്ടറി. സർവീസ് എങ്ങനെയായിരിക്കണം? വോളണ്ടറി ആയിരിക്കണം. അതെന്താ വോളണ്ടറി എന്ന് പറഞ്ഞാൽ? സ്വമേധയാ, സ്വന്തമായിട്ട് ചെയ്യുന്ന. വിത്തൗട്ട് എനി ഒബ്ലിഗേഷൻ. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബാധ്യത. യാതൊരു ബാധ്യതയും ഇല്ലാതെ ചെയ്യുന്നതാണ്, അല്ലെ? പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതൊരു ബാധ്യതയാവാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു ബാധ്യതയും നമ്മുടെ ഒരു കടമയാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യുന്നതല്ല ശരിക്കും. അതാണ് നമ്മൾ ഒരു ബാധ്യതയും ഇല്ലാതെ സ്വമേധയാ ചെയ്യുന്നതാണ് സർവീസ്. അതാണ് ഒരു ക്വാളിറ്റി സർവീസിന്റെ. ടു ബി വോളണ്ടറി വിത്തൗട്ട് എനി ഒബ്ലിഗേഷൻ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ, വോളണ്ടറി. അടുത്ത നോക്കിയേ, സർവീസ് ഈസ് ആൻ ആർട്ട്. ഇതൊരു കലയാണ്, ആർട്ടാണ്. Hence the end use customer is satisfied. അതിന്റെ എൻഡ് കസ്റ്റമർ അവരെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു കളിയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ പോരാ, അവരതിനെ സാറ്റിസ്ഫൈഡ് ആയിരിക്കണ്ടേ? എന്നാലല്ലേ ശരിക്കും നമ്മൾ സർവീസ് എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ആ കസ്റ്റമർ, എൻഡ് കസ്റ്റമർ, അതായത് പേഷ്യൻസ്. ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസ് ആരാണ് റിസീവ് ചെയ്യുന്ന? പേഷ്യൻസ് ആണ്. അപ്പൊ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി, അതാണ് സർവീസ്. അങ്ങനെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു കലയാണ് ഏത്? സർവീസ്. സർവീസ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. എന്താർട്ട്? എങ്ങനെയുള്ള ആർട്ട്? എന്താണ്? കസ്റ്റമറിനെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു കല. അടുത്ത 4ാമത്തെ പോയിന്റ് നോക്കിയേ, കെയറിംഗ് വിത്ത് എ പ്ലസന്റ് സ്മൈൽ ഈസ് എ സർവീസ്. പറഞ്ഞ പോയിന്റ് തന്നെയാണ്, അല്ലെ? നമ്മൾ നല്ലൊരു പുഞ്ചിരിയോടുകൂടി നമ്മൾ പരിപാലിക്കുന്നതാണ് സർവീസ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, കെയറിംഗ് എ പേഴ്സൺ whenever there is a need. കണ്ടോ? എന്താ? ആവശ്യമുള്ളപ്പോഴെല്ലാരും ഒരു വ്യക്തിയെ പരിശീലിക്കുക.
അതാണ് ഒരു സർവീസിന് വേണ്ട ക്വാളിറ്റി. കെയറിങ് എ പേഴ്സൺ whenever there is a need. അവർക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം അവരെ കെയർ ചെയ്യുക. ഇതാണ് സർവീസിന്റെ ക്വാളിറ്റി. എത്ര പോയിന്റ് ഉണ്ട്? 5 പോയിന്റ്സ് ഉണ്ട്. അതൊന്ന് പെട്ടെന്ന് വായിച്ചു നോക്കി. ഏതെങ്കിലും ക്ലിയർ ആവാത്ത ഉണ്ടോ നോക്കി. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത് ഫുള്ള് ബൈ ഹാർട്ട് ചെയ്യണ്ടാട്ടോ. ഈ പോയിന്റ്സ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണ്ട. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണതാണോ ഇൻക്ലൂഡ് ചെയ്യണതോ അല്ലയോ എന്ന് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ കുഞ്ഞു കാര്യമില്ലേ, സ്പോണ്ടേനിയസ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക, വോളണ്ടറി എന്നുള്ള അണ്ടർലൈൻ ചെയ്യുക. പിന്നെ അടുത്തത് പ്ലസന്റ് സ്മൈല്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കുക. സെക്കൻഡ് പോയിന്റ് ആണ്. ഓക്കെ പറയാം. അടുത്ത് നോക്കി. പിന്നെ അടുത്ത് ആവശ്യമുള്ളപ്പോഴെല്ലാം കെയർ ചെയ്യുക. എന്താണ് രണ്ടാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറയുന്നത് പറഞ്ഞു. സർവീസ് എന്ന് പറയുന്നത് എന്താ? ഷുഡ് ബി വോളണ്ടറി. വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താ? സ്വമേധയാ ഉള്ള ചെയ്യുന്ന കാര്യമാണ്. വിത്തൗട്ട് എനി ഒബ്ലിഗേഷൻ. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ കടമകൾ അല്ലെങ്കിൽ ബാധ്യത ഒന്നും കൂടാതെ. അവിടെ എഴുതി വെച്ചോ. എനി ഒബ്ലിഗേഷൻ, ബാധ്യതയൊന്നും കൂടാതെ സ്വമേധയാ ചെയ്യുന്നതാണ് സർവീസ്. ഒരു ബാധ്യതയും കൂടാതെ സ്വമേധയാ ചെയ്യുന്നതാണ് സർവീസ്. ക്ലിയർ ആയോ? ഫസ്റ്റ് ചോദിച്ചു. ഓക്കെ. ഫറൂന്നാണ് അല്ലെ? ഹർഷാദ് എന്നാണ് അല്ലെ ഉള്ളത്. എനിക്ക് ആവട്ടെ. ഹർഷാദ്. ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങളുടെ പേരുകൾ കുറച്ച് പേർക്കുടെ പേര് മാത്രമായി ശരിക്കുമുള്ള പേര് കൊടുക്കണം. ചിലപ്പോ നിങ്ങളുടെ മക്കളെയോ ആരുടെയെങ്കിലും ഒക്കെ പേരൊക്കെ ആയിരിക്കും. ചിലപ്പോ മെയിൽ ID കൊടുത്തേക്കണൊക്കെ ആയിരിക്കും ചിലടുത്തേക്കുന്നത്. പിന്നെ നിങ്ങളെ ഇതൊന്നും ഇല്ലല്ലോ. ഇവിടേക്ക് അതിനകത്ത് പൂക്കളും എന്തൊക്കെയാണോ പിള്ളേർക്കുടെ പടവും ഒക്കെയാണ്. അതേ രോഹിണി എസിന്റെ പിള്ളേരാണ് കാണുന്നത്. സാഹിതയുടെ മോക്കളുടെ പടമാണ് കാണുന്നത്. പത്മശ്രീയുടെ മോക്കളുടെ പടമൊക്കെയാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഡയറക്റ്റ് കാണുന്നില്ല. ആരെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ? 90 കുട്ടികളല്ലാതെ ബാക്കി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? 90 പിള്ളേർ ഓൾമോസ്റ്റ് 3 ക്ലാസ് വീതമുണ്ടായിരുന്നു അല്ലെ? നമുക്ക് 3 അവർ ഞാൻ ചെന്ന് അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബാക്കി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അശ്വതി കണ്ടോ? ഇല്ല. ഫസ്റ്റ് ടൈം കാണുവാണ് മിസ്സേ. ഓക്കെ. അപ്പൊ 5 പോയിന്റ്സും നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് നോക്കിയേ. എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. കറക്റ്റ് ചെയ്തേ. ടെക്സ്റ്റിലൊന്ന് കറക്റ്റ് ആണോ നോക്കിയേ. അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് കേട്ടോ അത്. A hospital administrator is responsible for supporting the medical industry. Hospital administration 3 ചാപ്റ്റർ നമ്മൾ അവിടെ കറക്റ്റ് പഠിച്ചു വെച്ചതാണല്ലേ ചെയ്ത്. Hospital administration, an overview of health and hospital administration, responsibilities of hospital administration. ഇതൊക്കെ നമ്മൾ ചെയ്ത് പഠിച്ചു വെച്ചേക്കുന്ന കാര്യമാണ് അല്ലേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? മെഡിക്കൽ ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞില്ലേ, ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ടത് അല്ലെ? ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ളത്. മെഡിക്കൽ ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യുക. അണ്ടർലൈൻ ചെയ്തോട്ടോ. അഡ്മിനിസ്ട്രേറ്റർ എന്നും ആക്കുക. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുകയും ചെയ്യുക. സപ്പോർട്ടിംഗ് ദ ഡാഷ്. എന്തിനെ? മെഡിക്കൽ ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യുക. He has to take care of. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ has to take care of ആരെയൊക്കെ നോക്കണം? Doctors, nurses and other paramedical staff, patients and other employees and all the stakeholders. Stakeholders എന്ന് പറഞ്ഞാൽ എന്താ? പങ്കാളികള്. എല്ലാ പങ്കാളികളൊക്കെ ടേക്ക് കെയർ ചെയ്യണം. അതായത് എല്ലാത്തിന്റെയും ഓവറോൾ മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്നത്. അപ്പൊ അവിടെ he has to take care of അണ്ടർലൈൻ ചെയ്തോട്ടോ. നിങ്ങൾക്കറിയാലോ നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഇതിനകത്തുള്ള ഓപ്ഷൻസ് ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിനകത്ത് ആരെയൊക്കെ നോക്കണം എന്നാ പറഞ്ഞേക്കണേ? ടേക്ക് കെയർ ഓഫ് ഡോക്ടേഴ്സ്, നഴ്സസ്, അതർ പാരാമെഡിക്കൽ സ്റ്റാഫ്. പാരാമെഡിക്കൽ സ്റ്റാഫ് ആരാ? ഡോക്ടർ, നഴ്സും ഒക്കെ അല്ലാതെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരല്ലേ? എക്സ്റേ ടെക്നീഷ്യൻ, ലാബ് ടെക്നീഷ്യൻ, അങ്ങനെയൊക്കെ ആ ഒരു ഇതിനകത്ത് ഡോക്ടറിനെ നഴ്സിനെയൊക്കെ അസിസ്റ്റ് ചെയ്യുന്നവരാണ് പാരാമെഡിക്കൽ സ്റ്റാഫ്. ലാബ്, റേഡിയോളജി.
അപ്പൊ അങ്ങനെയുള്ള പാരാമെഡിക്കൽ സ്റ്റാഫ്, പേഷ്യൻസ്, മറ്റുള്ള എംപ്ലോയി, അതുപോലെ തന്നെ മറ്റുള്ള പങ്കാളികളെയും ഒക്കെ എന്ത് ചെയ്യണം, പരിപാലിക്കണം. 2 സെന്റൻസും അതിൽ അണ്ടർലൈൻ ചെയ്യണം പറയുക. ഇനി അടുത്തതാണ് ഡെവലപ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ. ഇത് നമ്മളെ ഏതാണ് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് കുറെ വന്നത്. സംസ്കൃത, ആയുർവേദം ഒക്കെ നമ്മൾ പഠിച്ചില്ലേ അവിടെ, യുനാനി ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ ഹിസ്റ്ററി ചാപ്റ്ററിൽ നമ്മൾ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലിൽ പഠിച്ച അതൊക്കെ തന്നെയാണ് കുറെ ഇവിടെ വന്നത് കേട്ടോ. In India, a country with a centuries-old tradition of medical science, first became familiar with the modern system of medicine in the 17th century. Underline ചെയ്തിട്ടേ ആ 17th century എന്നുള്ളതൊന്ന്. 17th century. അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വൈദ്യശാസ്ത്ര പാരമ്പര്യമുള്ള ഇന്ത്യ. വെറും ഇന്ത്യ അല്ല, എങ്ങനെയാണ്? A country with a centuries-old tradition of medical science. മെഡിക്കൽ സയൻസിൽ ഒരു പഴയ പാരമ്പര്യമുള്ള, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യ ആധുനിക വൈദ്യശാസ്ത്ര, മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്നാണ് പരിചിതമായത്. ഫെമിലിയർ വിത്ത് ദ മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ ഇൻ ദ 17th century. അനലൈസ് ചെയ്തിട്ടേ ആ 17th century എന്നുള്ളത്. 17th century ആദ്യമായി പരിചയപ്പെടുന്നത് എന്താണ്? 17th century. അവിടെ ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. 19th, 20th എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുക്കും. അതൊക്കെ ഓപ്ഷൻ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആൻസർ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഏതാണ്? 17th centuryയിലാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. India became an independent nation in 1947. നമുക്കറിയാം 1947 ഇൻഡിപെൻഡൻസ് ആയത്. ആൻഡ് ഫെഡറൽ റിപ്പബ്ലിക് in 1950. There have been numerous development in the health sectors in the post-independence period. Post-independence എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ അനന്തരം അല്ലെ, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം കുറെ ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. പണ്ടത്തെ പോലെയാണോ ഇപ്പോ? അല്ല അല്ലെ. 1947 ഇന്ത്യ ഒരു ഇൻഡിപെൻഡന്റ് ആവുകയും 1950 ഫെഡറൽ റിപ്പബ്ലിക് ആയി പ്രഖ്യാപിക്കുകയും എന്നിട്ട് നമുക്ക് ഇൻഡിപെൻഡൻസിന് ശേഷം ഹെൽത്ത് സെക്ടേഴ്സിൽ എന്താ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇന്ത്യയില്. പണ്ടത്തെ പോലെയൊന്നും അല്ല, ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ്, ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള കാലഘട്ടത്തില് ഇന്ത്യയില് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. The problem like higher population density. ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹയർ പോപ്പുലേഷൻ ഡെൻസിറ്റി, ഉയർന്ന ജനസാന്ദ്രത. പ്രോബ്ലംസ് ലൈക്ക് ഹയർ ഡെൻസിറ്റി, ഹയർ പോപ്പുലേഷൻ ഡെൻസിറ്റി, ഉയർന്ന ജനസാന്ദ്രത. ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ സിഗ്നിഫിക്കന്റ് നമ്പർ ഓഫ് പീപ്പിൾ ആൻഡ് ലോ ലിറ്ററസി റേറ്റ് ഇൻ സം പാർട്സ് ഓഫ് ദ കൺട്രി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഗണ്യമായ ആളുകളുടെ കുറഞ്ഞ സാക്ഷരതാ നിരക്ക്. Low socio-economic status of the significant number of people and low literacy. Literacy എന്ന് പറഞ്ഞാൽ സാക്ഷരതാ നിരക്ക് in some part of the country. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളുടെ സാക്ഷരതാ നിരക്ക് കുറവ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ഉണ്ടായിരുന്നില്ല അല്ലെ. ഗണ്യമായ ആളുകളുടെ കുറഞ്ഞ അവിടെ സാമൂഹിക സാമ്പത്തിക നില. അതുകൂടിയാണ് 3 കാര്യങ്ങളാണ്. ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, സാമൂഹിക സാമ്പത്തിക നില ഓഫ് ദ സിഗ്നിഫിക്കന്റ് നമ്പർ ഓഫ് പീപ്പിൾ, ഗണ്യമായ ആളുകളുടെ കുറഞ്ഞ സാമൂഹിക സാമ്പത്തിക നില. ലോ ലിറ്ററസി റേറ്റ്, കുറഞ്ഞ സാക്ഷരതാ നിരക്ക്. എവിടെ? ഇൻ സം പാർട്ട് ഓഫ് ദ കൺട്രി, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള ജനങ്ങളുടെ കുറഞ്ഞ സാക്ഷരതാ നിരക്ക്. ഇതൊക്കെ എന്തിനു കാരണമായി? ഹാവ് ലെഡ് ടു പുവർ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്. ഇതിലേക്ക് ഒരു കുറഞ്ഞ ആരോഗ്യ സൂചകങ്ങളിലേക്ക് അത് നയിച്ചു. ഹാവ് ലെഡ് ടു പുവർ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്, തുടങ്ങിയ പ്രശ്നങ്ങള് മോശമായിട്ടുള്ള ഒരു ആരോഗ്യ സൂചകങ്ങളിലേക്ക് നയിച്ചു. ഓക്കെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകള് പോപ്പുലേഷൻ കൂടുമ്പോൾ നമുക്ക് എന്താ തിങ്ങി ജനങ്ങൾ പാർക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. രോഗങ്ങളിൽ ചിലപ്പോൾ കൂടുതൽ വരാം.
പിന്നെ അതുപോലെ തന്നെ സാമ്പത്തിക സ്റ്റാറ്റസ്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, സാമ്പത്തികപരമായ കുറവൊക്കെ ആണെങ്കിലും അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാം. പിന്നെ അതുപോലെ അറിവിന്റെ സാക്ഷരതാ നിരക്ക് കുറവ് അല്ലെ, അധികം ലിറ്ററേച്ചർ ഇല്ല. അപ്പൊ അങ്ങനെ പറയുമ്പോ അവര് ചിലപ്പോ ഹൈജീനിക് കാര്യങ്ങളിലൊക്കെ അത്ര ശ്രദ്ധ കാര്യങ്ങളൊക്കെ മാറ്റണമെന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് എന്തിനു കാരണമായി, എന്തിലേക്ക് നയിച്ചു? മോശമായ ഒരു ആരോഗ്യ സൂചകങ്ങളിലേക്ക് നയിച്ചു. ആ 3 കാര്യങ്ങളും ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചു. Higher population density, low socio-economic status of the significant number of people, low literacy rate. അപ്പൊ കുറഞ്ഞ സാക്ഷരതാ നിരക്ക്, ഇതെല്ലാവരും എന്തിലേക്ക്? ഒരു പുവർ ഹെൽത്ത് ഇൻഡിക്കേറ്റർ, മോശമായ ആരോഗ്യ സൂചകങ്ങളിലേക്ക് നയിച്ചു. എന്താ ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ? എന്താ ഹെൽത്ത് ഇൻഡിക്കേറ്റർ? ഒരു പോപ്പുലേഷന്റെ നമുക്ക് ആരോഗ്യത്തെ വിലയിരുത്താൻ സഹായിക്കുന്ന ഒരു ഡേറ്റ പോയിന്റ് ആണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം എന്താണ്? അവരുടെ ആളുകളുടെ ആ മോശമായിട്ടുള്ള ഒരു ആരോഗ്യ സൂചകങ്ങളിലേക്ക് നയിച്ചു. India has a rich centuries-old heritage of medical and health science. മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സയൻസ്. ഇന്ത്യക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മെഡിക്കൽ ഹെൽത്ത് സയൻസുകളുടെ സമ്പന്നമായിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട് ഇന്ത്യക്ക് അല്ലെ. പണ്ട് മുതല് നമ്മൾ ആയുർവേദവും ഇതൊക്കെ നമ്മൾ പഠിച്ചല്ലേ അല്ലെ. ഇന്ത്യക്ക് നല്ലൊരു മെഡിക്കൽ ഹെൽത്ത് സയൻസില് നല്ലൊരു പാരമ്പര്യമുണ്ട്. നമ്മൾ പണ്ട് മുതല് നല്ലൊരു പാരമ്പര്യമുണ്ട് ഇന്ത്യക്ക്. The approach of the ancient India medical system was one of the holistic treatment. പുരാതന ഭാരതീയ സമ്പ്രദായത്തിന്റെ സമീപനം എന്ന് പറഞ്ഞാൽ സമഗ്രമായിട്ടുള്ള ഒരു ചികിത്സയായിരുന്നു. The approach of ancient India medical system was one of the holistic treatment. Holistic എന്ന് പറഞ്ഞാൽ എന്താ? സമഗ്രമായ ചികിത്സ അല്ലെ. പുരാതന ഭാരതീയ ചികിത്സാ സമ്പ്രദായത്തിന്റെ സമീപനം അപ്രോച്ച് എന്തായിരുന്നു? ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് സമഗ്രമായ ചികിത്സാ രീതിയായിരുന്നു. സമഗ്രമായ ഒരു ചികിത്സാ രീതിയായിരുന്നു. Then the history of healthcare in India can be traced to Vedic times. ഏത് കാലഘട്ടങ്ങളിലാ? വേദകാലങ്ങൾ, വേദിക് ടൈംസ് അല്ലെ. വേദകാലങ്ങളിൽ നമുക്ക് ഈ ഇന്ത്യയുടെ ഹിസ്റ്ററി നമുക്ക് കണ്ടെത്താൻ പറ്റും. The history of healthcare in India can be traced. നമുക്ക് വേദകാലങ്ങളില് ഇന്ത്യയുടെ ആ ഒരു ആരോഗ്യ സംരക്ഷണത്തിന്റെ ഒരു ചരിത്രം, ഒരു ഹിസ്റ്ററി നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. അന്ന് മുതൽ നമുക്കത് കണ്ടെത്താൻ പറ്റും. 500 BCE. In which the description of the ധന്വന്തരിയെ കുറിച്ച് പറഞ്ഞില്ലേ? ധന്വന്തരി ആരാ? The Hindu god of medicine. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഹിന്ദു ദേവനായ ധന്വന്തരിയുടെ ഒരു വിവരണം, ഒരു ഡിസ്ക്രിപ്ഷൻ ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്നു വേദിക് ടൈംസിൽ. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. The history of healthcare in India can be traced to the dash. ഏത് സമയത്താ പറഞ്ഞ? വേദിക് ടൈംസില്. വേദകാലങ്ങളില് നമുക്ക് ഇന്ത്യയുടെ ഒരു ഹിസ്റ്ററി, എന്തിന്റെ? ഈ ഒരു ഹെൽത്ത് കെയറിന്റെ, ആരോഗ്യ സംരക്ഷണത്തിന്റെ ഹിസ്റ്ററി നമുക്ക് കണ്ടെത്താൻ പറ്റും വേദകാലങ്ങളിൽ. അവിടെ ആരാണ് ആരുടെ പറയുന്നത്? ദ ഹിന്ദു ഗോഡ് ഓഫ് മെഡിസിൻ ധന്വന്തരിയുടെ ഡിസ്ക്രിപ്ഷൻ, അദ്ദേഹത്തിന്റെ വിവരണം ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്നു. The Hindu god of medicine ധന്വന്തരി. അതും അണ്ടർലൈൻ ചെയ്ത് വെക്കാം. വേദിക് ടൈം എന്നുള്ളതും അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ആയുർവേദ is one of the 4 Vedas. 4 വേദങ്ങളില് ഒരു വേദമാണ് ഏതെന്ന് പറയുന്നത്? ആയുർവേദ എന്ന് പറയുന്നത് അല്ലെ. 4 Vedas പഠിച്ചില്ലേ ആയുർവേദം? ആയുർവേദം 3 ദോഷങ്ങളാണ് നമ്മൾ പറയുന്നത്. Is considered to have progressed in the Ayurveda, a tradition Indian form of holistic medicine. അപ്പൊ ആയുർവേദം എന്ന് പറഞ്ഞാൽ ത്രിദോഷ സിദ്ധാന്തം. ആയുർവേദം നമ്മൾ പറഞ്ഞില്ലേ? ആരാണ് ഫാദർ ഓഫ് ആയുർവേദ? പഠിച്ചല്ലോ. ഫാദർ ഓഫ് ആയുർവേദ എന്ന് പറയുന്നത് ആരാണ്? ഫാദർ ഓഫ് ആയുർവേദ ഓർക്കണ്ടോ?
ഏതാണ്? അത് ആദ്യത്തെ അഥർവവേദമാണ് കേട്ടോ. കാര്യമാണ് ആയുർവേദ. സോറി, ഞാൻ വായിച്ചത് മാറിപ്പോയിട്ടാണ്. ധന്വന്തിരി, ദ ഹിന്ദു ഗോഡ് ഓഫ് മെഡിസിൻ എമർജ്ഡ്. ഓക്കെ, അവിടെ വരെ കറക്റ്റ് ഉണ്ട്. അഥർവവേദം, അതായത് നമ്മള് 4 വേദങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ഏതൊക്കെയാ 4 വേദങ്ങള്? ഏതൊക്കെയാ 4 വേദാസ്? അതൊന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാ? ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. 4 വേദങ്ങൾ പറഞ്ഞില്ലേ? ഏതൊക്കെയാണല്ലോ? ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. 4 വേദങ്ങളില് ഒന്നായിട്ടുള്ള അഥർവവേദം. ഓക്കെ, അഥർവവേദ എന്ന് തന്നെയാട്ടോ അത്. 4 വേദങ്ങളില് ഒന്നായിട്ടുള്ള അഥർവവേദമാണ് എന്തായിട്ട് മാറിയത്? ഈസ് കൺസിഡർഡ് ടു ഹാവ് എ പ്രോഗ്രസ് ഇൻ ടു ദ ആയുർവേദ. അതാണ് 4 വേദങ്ങളിൽ ഒന്നായിട്ടുള്ള അഥർവവേദം. അതാണ് ആയുർവേദമായിട്ട് പുരോഗമിച്ചത്. ഓക്കെ, ക്ലിയർ ആയോ സെന്റൻസ്? 4 വേദങ്ങള്, ആ 4 വേദങ്ങളിൽ ഒന്നായ അഥർവവേദയാണ് ഏതായി മാറിയത്? പുരോഗമിച്ചത് ആയുർവേദമായിട്ട് പുരോഗമിച്ചത്. അതാണ് ചരകയാണ് അല്ലെ? ചരക, ആയുർവേദ. ആയുർവേദ, who is the father of ആയുർവേദ? അത് ഇവിടെ ഒന്ന് നോട്ട് ചെയ്തോട്ടോ. ചരക നമ്മൾ പഠിച്ചത് തന്നെയാണ്, എങ്കിലും ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. A traditional Indian form of holistic medicine. ഇന്ത്യയുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ചികിത്സാ രീതിയാണ് ആയുർവേദം എന്ന് പറയുന്നത്. The philosophy of Ayurveda, Charaka Samhita, the famous treatise on medicine completed by the Charaka. അല്ലെ, ചരകൻ എഴുതിയ ടെക്സ്റ്റ് ഏതാ? പ്രബന്ധം ഏതാ? ചരക സംഹിത. അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്ക് ഏതാണ്? ചരക സംഹിത. ചരക സംഹിത. Charaka Samhita. Okay, Charaka Samhita, the famous treatise on medicine completed by the Charaka. Medicine, ഈ ചരകന്റെ ഒരു പ്രബന്ധമാണ്, ഫേമസ് ആയിട്ടുള്ള ഒരു പ്രബന്ധമാണ് ചരക സംഹിത. അത് നോട്ട് ചെയ്തോട്ടോ, ചരക സംഹിത. And the surgical skill pronounced by the Sisruta. നമ്മള് സിശ്രുതനെ കുറിച്ച് പഠിച്ചല്ലോ. ഫാദർ ഓഫ് ആരാണ്? സിശ്രുത എന്ന് പറയുന്ന സർജറി. ഓക്കെ, വെരി ഗുഡ്. ഇതാണ് ഫാദർ ഓഫ് സർജറി. സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സിശ്രുതയാണ്. അത് ഇവിടെയും ചോദിക്കാം കേട്ടോ. ഓക്കെ, ജയില് ചോദിച്ചോ തന്നെ ഇവിടെ ചോദിക്കാം. ഫാദർ ഓഫ് ആയുർവേദ ചരക, ഫാദർ ഓഫ് സർജറി ആരാണ്? സിശ്രുത. അത് രണ്ടും അവിടെ നോട്ട് ചെയ്ത്. Father of Indian surgery. Indian സർജറിയുടെ ഫാദർ ആണ് അദ്ദേഹം. We are testimony to the ancient tradition of scientific health among the Indian people. ഇന്ത്യൻ സർജറിയുടെ പിതാവായിട്ടുള്ള സിശ്രുത, അദ്ദേഹം ശസ്ത്രക്രിയ വൈവിധ്യം അല്ലെ, അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയാ രീതികളെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ശുശ്രുത സംഹിത എന്ന് പറഞ്ഞ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നത് അല്ലെ. 100ഓളം ശസ്ത്രക്രിയാ വിധികള്, അത് ഉപകരണങ്ങളെ കുറിച്ചൊക്കെയാണ് ആ ടെക്സ്റ്റില് അദ്ദേഹമാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇന്ത്യൻ ജനതയുടെ ആരോഗ്യ, നമ്മുടെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള പാരമ്പര്യം, ആരോഗ്യ സംരക്ഷണത്തിന്റെ ഒരു പുരാതന പാരമ്പര്യത്തിന് സാക്ഷ്യം വഹിച്ചു. ഏത്? ആ ടെക്സ്റ്റ്. അതായത് 2 ടെക്സ്റ്റുകളും നമുക്ക് അതിൽ നിന്ന് ഒത്തിരി നോളജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. Then historically, the most outstanding hospital in India were those built by the King Ashoka. Most outstanding hospital in India. ഇന്ത്യയിലെ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആരാ നിർമ്മിച്ചത്? അതും പഠിച്ചതല്ലേ? കിങ് അശോക. അത് അണ്ടർലൈൻ ചെയ്തിട്ടേ. കിങ് അശോക. അശോക. Medicine based on the Indian medical principles was taught in the University of Taxila and Nalanda. Taxila എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തക്ഷശിലേനെ തന്നെയാണ് പറയുന്നത്. or Takshashila, Nalanda University. Takshashila, Nalanda University. Indian വൈദ്യശാസ്ത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ആ വൈദ്യശാസ്ത്രം തക്ഷശില, നളന്ദ എന്നീ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചു. അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ഒക്കെ അതിനകത്ത്. മെഡിസിൻ ബേസ്ഡ് ഓൺ ഇന്ത്യൻ മെഡിക്കൽ പ്രിൻസിപ്പിൾസ് വാസ് ടോട്ട് അവിടെ ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് ദ Taxila and Nalanda. തക്ഷശില, നളന്ദ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചു.
ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു പാരഗ്രാഫ് ഒന്ന് നോക്കിയാൽ നിങ്ങള് അതിനകത്ത് നമ്മൾ പറഞ്ഞു എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചത്. Okay, India has a rich centuries-old heritage of medical and health science. ഇന്ത്യക്ക് മെഡിക്കൽ ഹെൽത്ത് സയൻസിൽ ഒരു നല്ലൊരു പാരമ്പര്യമുണ്ട്, പുരാതനമായിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട്. പിന്നെ നമ്മുടെ എന്ത് സമീപനമായിരുന്നു അവിടെ? പുരാതന ഭാരതീയ ചികിത്സാ സമ്പ്രദായത്തിന്റെ സമീപനം എന്ന് പറഞ്ഞത് എന്താണ്? ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് ആണ്, അല്ലെ? സമഗ്രമായിട്ടുള്ള ചികിത്സാ രീതി. പിന്നെ അടുത്ത സെന്റൻസ് നോക്കിയത് ഹിസ്റ്ററി ഓഫ് ഹെൽത്ത് കെയർ ഇന്ത്യ ക്യാൻ ബി ട്രേസ്ഡ് ടു ദ ഏത് ടൈമിലാണ്? വേദിക് ടൈംസ്. വേദ കാലഘട്ടത്തിൽ. അവിടെ ആര് വന്നു? വേദ കാലഘട്ടത്തില് ധന്വന്തിരിയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉയർന്നു വന്നു. ധന്വന്തിരി ആരാ? ദ ഹിന്ദു ഗോഡ് ഓഫ് മെഡിസിൻ. അത് അണ്ടർലൈൻ ചെയ്തോ? ഹിന്ദു ഗോഡ് ഓഫ് മെഡിസിൻ, ധന്വന്തിരി, വേദിക് ടൈംസ്. അതും നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു 4 വേദങ്ങളിൽ ഒന്നായിട്ടുള്ള അഥർവവേദയാണ് ഏതായി പുരോഗമിച്ചത്? ആയുർവേദമായിട്ട് പുരോഗമിച്ചത്. പിന്നെ നമ്മൾ പറഞ്ഞു ഫാദർ ഓഫ് ആയുർവേദ ആരാണ്? ചരക. ചരകന്റെ ടെക്സ്റ്റ് ചരക സംഹിത. പിന്നെ അടുത്തത് സർജറിക്ക് നല്ല കോൺട്രിബ്യൂഷൻ നൽകിയ ആളാണ് സുശ്രുത. അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് സുശ്രുത സംഹിത. ഇത് നമുക്ക് പഠിച്ചതാണ്. പിന്നെ പറഞ്ഞത് ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ദ മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒരു നല്ലൊരു ഔട്ട്സ്റ്റാൻഡിംഗ് ഹോസ്പിറ്റല് സ്ഥാപിച്ചത് കാലത്താണെന്ന് പറഞ്ഞത് കിങ് അശോക. അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ്. പിന്നെ അടുത്തത് തക്ഷശില നളന്ദ യൂണിവേഴ്സിറ്റിയില് മെഡിക്കൽ പ്രിൻസിപ്പിൾസ് അതിനെ കുറിച്ച് യൂണിവേഴ്സിറ്റീസ് എല്ലാം പഠിപ്പിച്ചു. അതായത് ടാക്സില നളന്ദ. ടാക്സില എന്ന് പറഞ്ഞാൽ തക്ഷശില തന്നെയാണ് കേട്ടോ. തക്ഷശില നളന്ദ യൂണിവേഴ്സിറ്റിയില് മെഡിക്കൽ പ്രിൻസിപ്പിൾസ് അതൊക്കെ അവിടെ പഠിപ്പിച്ചു. ഓക്കെ, അത്രയാണ് പാരഗ്രാഫിലുള്ളത്. പിന്നെ നമ്മൾ ആയുർവേദത്തിന്റെ കാര്യമാണ് വീണ്ടും പറയുന്നത്. ആയുർവേദ അപ്ലൈസ് ദ ത്രിദോഷ തിയറി ഓഫ് ഡിസീസ്. ത്രിദോഷ തിയറി ഓഫ് ഡിസീസ് അണ്ടർലൈൻ ചെയ്തേ. നമ്മൾ പഠിച്ചത് തന്നെയാണ്. ആയുർവേദ ഏതാണ്ട് അപ്ലൈ ചെയ്യുന്നത് ത്രിദോഷ തിയറി അല്ലെ. ഏതാണ് ത്രിദോഷ എന്ന് പറയുന്ന 3 ദോഷങ്ങള് പഠിച്ചതാണ് അല്ലെ. ഏതാ? വാത, പിത്ത, കഫ അല്ലെ. ത്രിദോഷ ഡിഫൈൻസ് ദ 3 ദോഷാസ്. 3 ദോഷങ്ങൾ, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ 3 ദോഷങ്ങൾ ഓർ ബയോളജിക്കൽ എലമെന്റ്സ് വിച്ച് ആർ കണക്റ്റഡ് ടു ദ പേഷ്യൻസ് ഹെൽത്ത്. ഏതൊക്കെയാണ്? വാത, പിത്ത, കഫ. പിന്നെ നമുക്ക് ത്രിദോഷയിലെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്ത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്ത് എന്ന് ചോദിക്കാം. അത് 3 ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ആയുർവേദം എന്തിനെ അപ്ലൈ ചെയ്തേക്കുന്നത്? ത്രിദോഷ തിയറി ഓഫ് ഡിസീസ്. ആയുർവേദ അപ്ലൈസ് ദ ത്രിദോഷ തിയറി ഓഫ് ഡിസീസ്. അത് അണ്ടർലൈൻ ചെയ്യാം. ത്രിദോഷ എന്ന് പറഞ്ഞാൽ 3 ദോഷങ്ങള് ഏതൊക്കെയാണ്? വാത, പിത്ത, കഫ. ഓക്കെ, അതും നോക്കി വെക്കാം. വാത, പിത്ത, കഫ. ഇനി നോക്കിയാൽ ഡിസീസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ ഇംബാലൻസ് ഇൻ ദ ഇക്വിലിബ്രിയം ഓഫ് ദ 3 ദോഷാസ്. നമ്മൾ പറഞ്ഞില്ലേ ഈ 3 ദോഷങ്ങളും നേരെയാണെങ്കിൽ കുഴപ്പമില്ല. അതിൽ ഏതെങ്കിലും ഒരു ഇംബാലൻസ് വരികയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ പിത്തത്തിന്റെ അളവ് കൂടി അല്ലെങ്കിൽ കഫത്തിന്റെ അളവ് കുറഞ്ഞു, അതിന് ആ ഇംബാലൻസ് വരുമ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മളവിടെ രോഗം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആയുർവേദത്തിൽ എന്താ ചെയ്യുന്നേ? ഈ 3 ദോഷങ്ങളെ ബാലൻസ് ചെയ്യുന്ന രീതിയല്ലേ അല്ലെ. അതിന്റെ ഒരു ഏറ്റക്കുറച്ചിൽ വരുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു അല്ലെ. എന്താ? ഡിസീസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ ഇംബാലൻസ്. ഈ 3 ദോഷങ്ങള് അതിന് ഇംബാലൻസ് വന്നു അല്ലെ. അതില് മാറ്റങ്ങള്, ഏതെങ്കിലും വാദം കൂടി, പിത്തം കുറഞ്ഞു അല്ലെ, കഫത്തിന്റെ അളവ് കൂടി, അങ്ങനെ അതിന്റെ ആ ഇക്വിലിബ്രിയം, അതിന്റെ ആ ഒരു ഇതില് മാറ്റങ്ങൾ വരുമ്പോഴാണ് ഡിസീസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തേ. According to Ayurveda, disease is described as the imbalance in the
equilibrium of the three doshas. മൂന്ന് ദോഷങ്ങള് അതിന്റെ ഇക്വിലിബ്രിയം അതിലെ ഇംബാലൻസ് വരുമ്പോഴാണ് ഡിസീസ്. അതാണ് ആയുർവേദ സിദ്ധാന്തം പറയുന്നത്. അങ്ങനെയാണ് രോഗം ഉണ്ടാകുന്നത്. ഈ കോൺസെപ്റ്റ് സിമിലർ ടു ദ തിയറി പ്രപ്പോസ്ഡ് ബൈ ദ ഗ്രീക്ക് മെഡിസിൻ. എന്തിന് സിമിലർ ആണ്? ഗ്രീക്ക് മെഡിസിൻ ആ ഒരു പ്രപ്പോസ് ചെയ്ത ആ തിയറിക്ക്, അതിന്റെ ആശയത്തിന്, ആ ഒരു കോൺസെപ്റ്റ് എന്ന ആശയത്തിന് സമാനമാണ് ഗ്രീക്ക് മെഡിസിൻ. Other ancient system of medicine like Unani, homeopathy are known for Indian origin. ഇതൊന്നും ഇന്ത്യയിലല്ല ഒറിജിൻ. യുനാനി ഗ്രീക്കാണ്. യുനാനിയൊക്കെ ഗ്രീക്കിൽ നിന്ന് വന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി മെഡിസിൻ എന്ന് പറയുന്നത്. ആൻഡ് ഹോമിയോപ്പതി ഇന്ത്യൻ ഒറിജിൻ. പോപ്പുലർ ഇന്ത്യയുടെ ആണ്. ഇത് പോപ്പുലർ ആണ് അല്ലെ? ഇന്ത്യയിൽ ഇന്ന് നോക്കുന്നുണ്ട്. പോപ്പുലർ ആണ് ഇത് യുനാനി മെഡിസിൻ. യുനാനിയൊക്കെ നമ്മൾ അവിടെ പഠിച്ചല്ലേ? യുനാനി ചികിത്സാ സമ്പ്രദായമൊക്കെ നമ്മൾ അവിടെ പഠിച്ചത് തന്നെയാണ്. ഇൻട്രൊഡക്ഷൻ ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതൊക്കെ എന്താണ്? ഇന്ത്യയിലല്ല ഒറിജിൻ എങ്കിലും എന്താണ് അത് ഇന്ത്യയിലും ഇന്ന് പ്രചാരത്തിലുണ്ട്. ആരെങ്കിലും ഒക്കെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ യുനാനിയൊക്കെ? ഇന്ത്യയിൽ അത് ഇന്നും പ്രചാരത്തിലുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങള് ആയുർവേദ പിന്നെ ആയുർവേദനെ ബേസ് ചെയ്തേക്കുന്നത് ത്രിദോഷ തിയറിയാണ്. ത്രിദോഷങ്ങൾ ഏതൊക്കെയാണ്? വാത, പിത്ത, കഫ. അത് നോക്കുക. അവിടെ ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് എന്താ പറഞ്ഞത്? ഇതിന്റെ ഇംബാലൻസ് ആണ് ഡിസീസ് എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞത് യുനാനി, ഹോമിയോപ്പതി ഇതൊക്കെ ഇന്ത്യയിലല്ല ഒറിജിനെങ്കിലും എന്താണ് ഇന്ത്യയിൽ അത് പോപ്പുലർ ആണ്. അത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഫാദർ ഓഫ് യുനാനി ആരാ? ഫാദർ ഓഫ് യുനാനി ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ പഠിച്ചില്ലേ? ആരാണ്? ഹിപ്പോക്രാറ്റ്സ് പഠിച്ചത്. സെയിം കാര്യങ്ങളാണ് ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത്. ഇത് നോക്കിയ പെട്ടെന്ന് ഓക്കെ അല്ലേ? പറടിക്കണ്ട പുതിയ കുട്ടികളൊക്കെ ഇല്ല. ഓക്കെ, അപ്പോ കാര്യങ്ങളൊക്കെ നോക്കി. ഇനി ഒരു ചെറിയൊരു പാരഗ്രാഫ് കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ അതുകൂടി നമുക്ക് നോക്കാം. ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. During the 17th and the 18th century, there was a slow and balanced growth of modern system of medicine in India. 17th 18th സെഞ്ചുറിയില് ഇന്ത്യയില് ഒരു വൈദ്യശാസ്ത്രത്തിന്റെ ഒരു സാവധാനത്തിലുള്ളതും സന്തുലിതമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടായി. Starting with the entry of the European Christian missionaries in South India. ഓർക്കണ്ട ഹിസ്റ്ററിയില് അവിടെ യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോടുകൂടി സൗത്ത് ഇന്ത്യയില് അതെപ്പോഴായിരുന്നു? ഇൻ ദ 17th century. അത് അണ്ടർലൈൻ ചെയ്തേ. 17th സെഞ്ചുറിയില് ക്രിസ്ത്യൻ മിഷണറീസ്, യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷണറീസിന്റെ എൻട്രിയോടുകൂടി മെഡിസിനില് ഒരു പുതിയൊരു മാറ്റം ഉണ്ടായി. Modern system of medicine in India, starting with the entry of European Christian missionaries in South India in the 17th century. Underline ചെയ്തേ. ഇത് നമ്മൾ പഠിച്ചത് തന്നെയാണ്. In 16th century. In 1664, at Chennai, the British opened the first modern hospital for soldiers. പഠിച്ചില്ലേ? അണ്ടർലൈൻ ചെയ്തേ. എന്താണ് ബ്രിട്ടീഷ് ഫസ്റ്റ് മോഡേൺ ഹോസ്പിറ്റൽ ഓപ്പൺ ചെയ്ത ആ ഇയർ എന്താണ്? 1664. പ്ലേസ് എവിടെയാണ്? ചെന്നൈയില്. ഇത് തന്നെ ചോദിക്കാട്ടോ. നമ്മൾ അവിടെ ചോദിച്ച ചോദ്യത്തെ ഇവിടെ ചോദിക്കാതില്ല.
1664 at Chennai, the British opened the first modern hospital for soldiers. Soldiers night the first modern hospital open cheythathu British Chennai 1604. Then അടുത്ത നോക്കിയേ 1668 for the civilians population. Civilian ആരാണ്? സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എന്നാണ് ഹോസ്പിറ്റൽ ഫസ്റ്റ് മോഡേൺ ഹോസ്പിറ്റൽ സ്ഥാപിച്ചത് 1668. 1668 ആണ് കേട്ടോ. 1668. നിങ്ങളുടെ ടെക്സ്റ്റില് തെറ്റായിട്ടാണോ കിടക്കണേന്ന് നോക്കിയേ. നമ്മൾ പഠിച്ചത് ഓക്കെ ശരി. നമ്മുടെ ടെക്സ്റ്റ് ചില ടെക്സ്റ്റിൽ ചിലപ്പോൾ മാറിയായിരിക്കും കിടക്കണത്. 1668 ആണ്. ഓർക്കണല്ലേ അന്നത്തെ ഹിസ്റ്ററി? ഓക്കെ ആണോ? 1688 എന്നാണ് ടെക്സ്റ്റില്. അതല്ല കേട്ടോ, 1668 1668. അതൊന്നും കറക്റ്റ് ചെയ്തത്. പോപ്പുലേഷൻ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി 1668. Then organized medical training begin with the introduction of the first medical college in Calcutta. എന്താണ് ഫസ്റ്റ് മെഡിക്കൽ കോളേജ്? 1835. ഇതൊക്കെ എക്സാമിന് ചോദിച്ചതല്ലേ നമുക്ക് HL എക്സാമിനൊക്കെ അല്ലേ? ഫസ്റ്റ് മെഡിക്കൽ കോളേജ് കൽക്കട്ടയിൽ എന്താണ്? 1835. ഫോളോഡ് ദ സ്കൂൾ ഇൻ മുംബൈയില് 1845. ചെന്നൈയില് 1850. എന്ത് ചെയ്തു? ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് 3 ഡേറ്റുകളും നോക്കി വെക്കാം. Organized first medical training begin with the introduction of the first medical college. കൽക്കട്ടയിൽ 1835, മുംബൈയില് 1845, ചെന്നൈയില് 1850 ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇതും നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോടുകൂടി ഇന്ന് 17th സെഞ്ചുറിയിൽ സൗത്ത് ഇന്ത്യയില് യൂറോപ്യൻ ക്രിസ്ത്യൻസ് മിഷണറീസിന്റെ വരവോടുകൂടി മെഡിസിനിൽ ഒരു ആധുനിക സമ്പ്രദായം നിലവിൽ വന്നു. 1664 ചെന്നൈയില് ബ്രിട്ടീഷ് ഫസ്റ്റ് മെഡിക്കൽ കോളേജ്, ഫസ്റ്റ് മോഡേൺ ഹോസ്പിറ്റല് സോൾജേഴ്സിന് വേണ്ടിയിട്ടും 1668 സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചു. പിന്നെ അടുത്തത് ഫസ്റ്റ് മെഡിക്കൽ കോളേജ് കൽക്കട്ടയില് 1835, മുംബൈയില് 1845, ചെന്നൈയില് 1850. ആ 3 ഡേറ്റുകൾ നോട്ട് ചെയ്തു. അതിൽ ഏതെങ്കിലും ചോദിക്കാം. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് കൽക്കട്ടയിലെ ആശുപത്രിയാണ് 1835, മുംബൈയില് 1845, ചെന്നൈയില് 1850 സ്ഥാപിച്ചു. ഓക്കെ, ഇത്രയും മതി. ഇനിയിപ്പോ ഇത് വെച്ചിട്ട് ഞാൻ ക്ലാസ് നിർത്തുകയാണ്. അടുത്തത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കിയാൽ മതി. ഒരു 2.5-3 പേജോളം നമുക്ക് ഏകദേശം കവർ ചെയ്യാറുണ്ട്. അപ്പൊ കുറച്ച് പടമൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പോയത്. ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയല്ലേ. ഈ പുതിയ വരുമ്പോൾ നമ്മൾ ഇത്രയും അങ്ങോട്ട് എടുക്കില്ല. ഒരു 2.5 പേജ് അത്രയൊക്കെ മതി. നമുക്ക് അതനുസരിച്ച് പോകാം. ഒരുപാട് സ്പീഡിൽ പോയിട്ട് കാര്യമില്ല. പഠിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആക്കി പോകുക. ഇനി 19ലെ കുട്ടികളല്ലാത്ത കുട്ടികളൊന്ന് പറഞ്ഞേ, ക്ലാസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റായിക്കോ, മനസ്സിലാവായിക്കോ, എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തോളാം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടല്ല കാണുന്നത്, എന്റെ ക്ലാസ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. വേറെ വേറെ ബാച്ചുകളിലാണല്ലോ. എല്ലാ ടീച്ചേഴ്സും എല്ലാവരും എല്ലാ ബാച്ചിനും കയറാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഫസ്റ്റ് തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരും, പോർഷൻസ് ഡിവൈഡ് ചെയ്ത് തരും. അപ്പൊ അതിനനുസരിച്ചാണ് ടീച്ചേഴ്സ് ഓരോ ക്ലാസ്സുകളിൽ കയറി എടുക്കുന്നത്. 19th ബാച്ചിൽ ഞാനുണ്ടായിരുന്നു. ബാക്കി 17th 18th കുട്ടികളൊന്നും എനിക്കറിയില്ല. പിന്നെ മിസ്സുമാരിവിടെ എന്തെങ്കിലുമൊക്കെ വന്ന് നിങ്ങളുടെ മെസ്സേജ് ഇട്ടത് എന്തെങ്കിലുമൊക്കെ വന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരു പരിചയമുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് പുതിയതായിട്ട് ക്ലാസ് കേൾക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഞാൻ പറയാണ്, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ മെസ്സേജ് ഇടണം കേട്ടോ. നമുക്കത് വേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാം. ഒരുപാട് സ്പീഡിലൊന്നും നമ്മൾ പോണില്ല. ആവറേജ് ഒരു 2.5 മാക്സിമം. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് പോയാൽ മതി. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചേക്കണേ. അങ്ങനെ എഴുതുന്നുള്ളൂ. ഓക്കെ, ഒന്ന് വായിച്ചു വെച്ചേക്കണം കേട്ടോ. അന്ന് പറഞ്ഞ പോലെ തന്നെ, അന്ന് പറഞ്ഞത് ഞാൻ എന്റെ കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്റെ കുട്ടികൾ നല്ല കുട്ടികളെല്ലാവരും എന്റെ കുട്ടികൾ തന്നെയാണ്. അന്ന് 19th കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മണ്ടോ? 19ലെ പിള്ളേരൊക്കെ എന്താ പറഞ്ഞേ? അന്ന് എടുക്കുന്ന കാര്യങ്ങളെ പത്മശ്രീ ആണോ? ഓക്കെ, കേട്ടിട്ടുണ്ട്. സന്തോഷത്തിനോട് ചെറിയ വാർത്താക്കി കാണുന്നില്ല. എന്താ പറഞ്ഞത്? അന്നന്ന് എടുക്കുന്ന കാര്യങ്ങള് അന്നത് തന്നെ വായിച്ചു വെക്കുക. ഒരു പ്രാവശ്യം വായിച്ചാൽ മതി. ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ഒന്ന് വായിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ നമുക്ക് ഇന്ന് ഓർക്കാൻ പറ്റും. നാളത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മറന്നു അല്ലെ. ഒരാഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ ഒട്ടും ഓർമ്മയുണ്ടാവുന്നു വരില്ല.
എന്തായാലും നമ്മൾ ബുദ്ധിമുട്ടിയില്ലേ, ഒരുപാട് കഷ്ടം സ്ട്രഗിൾ ചെയ്തിട്ടല്ലേ ക്ലാസ്സിലൊക്കെ കയറുന്ന, പിള്ളേരുടെ കാര്യങ്ങള്, ഹസ്ബൻഡിന്റെ കാര്യങ്ങള്, വീട്ടിലെ കാര്യങ്ങള് അല്ലെ, ഒരുപാട് തിരക്കുകളും തിരക്കൊക്കെ ആയിട്ടാണ് നമ്മൾ ക്ലാസ് കയറുന്നത്. അപ്പൊ അത് മാക്സിമം പ്രയോജനപ്പെടുത്തണം. അപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ കിടക്കണേക്കാളും മുന്നേ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കാം. അന്നൊന്ന് എടുക്കുന്ന അന്നൊന്ന് വായിച്ചു വെച്ച എക്സാമിന് നല്ല സുഖമായിട്ട് എഴുതാം, സിമ്പിൾ ആയിട്ട് എഴുതാം. ലാസ്റ്റ് വരുമ്പോ നമുക്ക് വായിക്കാനൊക്കെ സമയം കിട്ടിയെന്ന് വരില്ല. ഈ പരീക്ഷയുടെ തലവസമൊക്കെ വല്ല അസുഖമൊക്കെയാണെങ്കിൽ നമുക്ക് പിന്നെ വരികയൊന്നും വായിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സമയം കിട്ടുന്നതിനനുസരിച്ച് വായിച്ചു വെക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. നമുക്ക് എക്സാമിന് നന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റും, ടെൻഷൻ ഇല്ലാതെ എക്സാം എഴുതാനും പറ്റും. ഇതാണ് ഞാൻ പറയുന്നത്. ഞാൻ ആ പിള്ളേരോടും ഞാൻ പറയും, ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറയുന്ന കാര്യമാണ് ഇത്. ഓക്കെ, എന്താ നമുക്ക് എന്താ പാട്, ഞാൻ പാചകം അടിക്കണ്ട, വേറെ ഒന്നുമില്ലല്ലോ. എന്റെ വിശേഷം എന്തെങ്കിലും ചോദിക്കണ്ടോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ എക്സൈഡ് പുതിയ ബാച്ച് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ക്ലാസ് ഞാനാ കയറി, ഞാനും ജോബ്സാണ് എന്നെ കയറിയത്. അപ്പൊ ഞാൻ ചോദിച്ചേ, അപ്പൊ ഒരു 5 മിനിറ്റ് ഇതുപോലെ ലാസ്റ്റ് കഴിഞ്ഞു ചോദിച്ചു, നീ എന്തെങ്കിലും ചോദിക്കാണ്ടെന്ന് പറഞ്ഞു. ആർക്കും ഒന്നും ചോദിക്കാനില്ല എന്നെ കുറിച്ച്. അപ്പൊ ഞാൻ നോക്കി ശരി എന്ന ക്ലാസ് വൈകിട്ട് ചെയ്യാന്ന് പറഞ്ഞു. എക്സാമിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ തരും കേട്ടോ. എക്സാം എങ്ങനെയാണെന്നും കാര്യങ്ങളൊക്കെ പറയും. അതനുസരിച്ച് നമ്മൾ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതുള്ളൂ. വേറെ കാര്യങ്ങളോ നല്ല പഠിപ്പിസ്റ്റുകളൊന്നും നിങ്ങൾ പഠിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ ചോദിക്കാൻ. എക്സാമിന്റെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് തരും. എക്സാമിന്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും എക്സാം കാര്യങ്ങളൊക്കെ ഇട്ട് തരും. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞില്ല എക്സാമിന്റെ കാര്യങ്ങളൊക്കെയാണോ നിങ്ങൾക്ക് പറയൂ കേട്ടോ. ഇത് ഇവിടുന്ന് ഇതാകുമ്പോഴത്തേക്ക് ഇൻഫർമേഷൻ തരും. ഓൾമോസ്റ്റ് ഒരുവിധം ടീച്ചർമാരൊക്കെ വന്നല്ലേ, ടീച്ചർ കയറിയില്ലേ, പന്തരാമം കയറിയെന്ന് തോന്നുന്നു അല്ലെ. മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, മോക്ക് ടെസ്റ്റ് തരും. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോ തന്നെ ഞാൻ കൊടുത്തേക്കാം. നാളെ നിങ്ങൾക്ക് ഒരു ഉച്ചയോടുകൂടിയൊക്കെ അല്ലേ കിട്ടാറ് അല്ലേ, ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും കിട്ടേണ്ടതാണ്. അതും ചെയ്തോളണം കേട്ടോ. മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പോകും. പിന്നെ നിങ്ങൾക്ക് നമുക്ക് ആ എടുത്ത് അത്രയും ഏതൊക്കെ ക്വസ്റ്റ്യൻസാ വരിക, അല്ലെങ്കിൽ അത്രയും ചെയ്യാൻ പറ്റുമോ നമുക്ക് സ്വയം ഒരു അക്സെപ്റ്റ് ചെയ്യാനും കൂടി ഒരു ചാൻസ് ആണ് മോക്ക് ടെസ്റ്റുകൾ. അത് നിങ്ങൾ അന്നന്ന് എടുക്കുന്ന തന്നെ അങ്ങ് ചെയ്തു പോകും. പിന്നെ ബാക്കി കുഴപ്പമൊന്നുമില്ല. എന്ന ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ആർക്കും എന്നെ കുറിച്ചൊരു വിശേഷം ചോദിക്കാനില്ലാത്ത സ്ഥിതിക്ക് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, രാവിലെ ഫുഡൊക്കെ കഴിക്കാറുണ്ടോ? കഴിക്കാറ്, ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ? അയ്യോ എന്റെ പൊന്നി, നിങ്ങൾക്ക് അടുത്ത് ഇത്രയും വീട് പറയണ്ടേ? നിങ്ങളൊന്നും ബന്ധിപ്പിക്കണല്ലോ. ഞങ്ങൾ എന്തെങ്കിലും 1 മണിക്കൂർ പറയല്ലേ. ഇപ്പൊ ഫസ്റ്റ് ക്ലാസ് കയറി, അത് കഴിഞ്ഞ ഡേ ക്ലാസ്, ഇനിയിപ്പോ ഒരു അരമണിക്കൂറിലേക്ക്, അരമണിക്കൂറല്ല 1:30ക്ക് നെക്സ്റ്റ് ക്ലാസ് തുടങ്ങും. വീട്, എന്റെ സ്വന്തം വീട് മൂവാറ്റുപുഴയാണ്. എന്നോട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നേക്കടുത്താണ് പറവൂർക്ക്. പറവൂരാണ്. എന്റെ ചെറിയ വെള്ളത്തിലെത്ത് എന്ന് പറയും. ഇവിടെ ഓഫീസ് ചേലമംഗലം, പാലിയമ്പലം ഒക്കെ കേട്ടിട്ടുണ്ടോ? അതിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഓഫീസ്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അത്രേ ഉള്ളൂ വീട്ടിലേക്ക്, വലിയ ദൂരമൊന്നുമില്ല. പിന്നെ സ്വന്തം വീട് മൂവാറ്റുപുഴയാണ്. ആരെങ്കിലും ഉണ്ടോ മൂവാറ്റുപുഴന്നൊക്കെ? എപ്പോഴും പോകാറൊന്നുമില്ലല്ലോ, ഇച്ചിരി ഡിസ്റ്റൻസ് അല്ലേ. പിന്നെ ഈ പറഞ്ഞ ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ കാര്യങ്ങളൊന്നും പറ്റില്ലല്ലോ. പിന്നെ പിള്ളേരെ സ്കൂളിലൊക്കെ പോകുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ മൂവാറ്റുപുഴയ്ക്ക് പോകല് കുറവാണ്. ഇടയ്ക്കൊക്കെ പോയി വരുള്ളൂ. ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുന്നു. രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് 2 ക്ലാസ് കഴിയുമ്പോഴത്തേക്കും പിന്നെ പറ്റില്ല. ഇപ്പൊ ഒരു ക്ലാസ് 3 ക്ലാസ് 4 ക്ലാസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോ 3 ക്ലാസ് ഒക്കെ ഉച്ച കഴിഞ്ഞ് 1:30ക്ക് അടുത്ത ക്ലാസ് ഉണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കയറുമ്പോ ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടല്ലേ കയറണേ അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് മുടക്കരുത് കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ അന്നത്തെ എനർജി മുഴുവൻ അതിൽ നിന്നാണ്. പിള്ളേരെ വിടുന്നതിന്റെ ഇടയ്ക്ക്, ഹസ്ബൻഡിന്റെ വിടുന്നതിന്റെ ഒക്കെ ഇടയ്ക്ക് നമ്മുടെ കാര്യം മറക്കരുത്. അമ്മമാരോട് പ്രത്യേകിച്ച് പറയാണ്, രാവിലെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കാം. കഴിച്ചിട്ട് അത് ക്ലാസ് കഴിക്കുക. നമുക്ക് വേണ്ടേ, നമുക്ക് എനർജി ഉണ്ടെങ്കിലല്ലേ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ എല്ലാ 5 മിനിറ്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പറയാം. ഓക്കെ, എന്തായാലും ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, ബൈ. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, എന്നാ അടുത്ത ക്ലാസ്. ഓക്കെ, താങ്ക് യു.